ഹലോ ഗായ്സ്, എല്ലാവർക്കും ഷിഫ്റ്റ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ മോഡലിനാണ്. ടി വി എസ് അപ്പാച്ചെ RTR 200 BS6. നമ്മുടെ ചാനലിലെ ആദ്യത്തെ ബൈക്ക് റിവ്യൂ ആണിത്. ഇതൊരു യൂസ്ഡ് ബൈക്ക് റിവ്യൂ ആണ്, ഫ്രഷ് ബൈക്കല്ല. ഇത് 2020 ഫെബ്രുവരി മോഡൽ ടി വി എസ് അപ്പാച്ചെ RTR 200 BS6 മോഡൽ ബൈക്കാണ്. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 9 മാസമായി. 9 മാസം തന്നെ അതിലൊരു 3000 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. 3000 കിലോമീറ്റർ ഓടി കഴിഞ്ഞതിന് ശേഷമുള്ള അതിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ വണ്ടിയുടെ ആ പേരിലുള്ള നീളത്തിൻ്റെ പോലെ തന്നെ ഈ വണ്ടിക്കുള്ള സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും അതേപോലെ തന്നെയാണ്, നീണ്ടു നിവർന്നിങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെ എന്താ പറയുക, ഈ BS6 മോഡലിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം. എൻജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 200cc എൻജിനാണ് BS6 മോഡൽ. 17.5 Nm ടോർക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് സ്ലിപ്പർ ക്ലച്ചാണ് വണ്ടി. സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ബൈക്ക് യൂസേഴ്സിന് ഇതിനെക്കുറിച്ച് അറിയായിരിക്കും. ഇതിന് ടോർക്ക് വരുന്നത് 17 Nm ടോർക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല ഒരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടി വി എസ് അപ്പാച്ചെ RTRൻ്റെ പ്രത്യേകതകൾ നിങ്ങൾക്കറിയാം. ഇതിൻ്റെ ആദ്യം ഇറങ്ങിയ മോഡൽ തൊട്ട് തന്നെ ഇതിൻ്റെ പവറാണ് ആ മികച്ച് നിൽക്കുന്നത്. വണ്ടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തെടുത്ത് അങ്ങോട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ സാധനം അങ്ങോട്ട് ജഗ ചെയ്യുന്ന അങ്ങോട്ട് കിടന്ന് പറക്കും. ഇതിൻ്റെ അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ബട്ടണാണ്, ഇൻഫർമേഷൻ ബട്ടൺ. ഇത് നമ്മുടെ ഈ ബൈക്ക് നമ്മുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, മൊബൈൽ മീൻസ് ബ്ലൂടൂത്ത് വഴി നെറ്റ് ഓൺ ചെയ്തിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ ഫീച്ചേഴ്സ് ഇവിടെ കാണിക്കും. നമുക്ക് ഓരോ സെറ്റിങ്സും കാര്യങ്ങളും കംപ്ലീറ്റ് ഇവിടെ കാണിക്കും. ഈവൻ നമ്മളിപ്പോൾ ഒരു റൈഡ് പോവാണ്, നമ്മൾ ബൈക്കിലൊരു മറ്റേ റൂട്ട് അടിച്ചിട്ടേക്കാണ് ഗൂഗിൾ മാപ്പിൽ. ആ മാപ്പിൻ്റെ ഇപ്പോൾ നമ്മൾ ഇന്ന പോയിന്റിലെത്തിയിട്ട് അങ്ങോട്ട് തിരിയണം, ഇങ്ങോട്ട് തിരിയണം, ലെഫ്റ്റ് റൈറ്റ്, ഇവിടെ അത് കറക്റ്റായിട്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ്റെ ഇതൊക്കെ ഇവിടെ കാണിച്ചു തരും ഡീറ്റെയിൽ ആയിട്ട് തന്നെ. വേറൊരു പ്രത്യേകത, അതിൽ ഇതേപോലെ തന്നെ നമുക്ക് ഈ ആപ്പിൽ നമുക്ക് ഒരു 3 പേരുടെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ പാരൻസിൻ്റെയോ 3 പേരുടെ നമ്പർ നമുക്ക് ഫീഡ് ചെയ്ത് വയ്ക്കാം. അതായത് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഈ ബൈക്കിലെ എനിക്ക് തോന്നിയ മെയിൻ ഒരു എക്സ്ട്രാ അഡീഷണൽ ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ബൈക്ക് ഒരു അപകടത്തിൽപ്പെട്ടാൽ നമുക്കിപ്പോൾ ആരും കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഇപ്പോൾ നെറ്റ് ഓൺ ആണെങ്കിൽ ഫോണായിട്ട് കണക്ട് ബൈക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ 3 നമ്പറിലേക്ക് ഈ ബൈക്കിൻ്റെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ മെസ്സേജ് പോകും. എന്നെ പോലെ ഈ ബൈക്ക് അപകടത്തിൽപ്പെട്ടു, ഫോർ എമർജൻസി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് പോകും. അതാണ് വേറൊരു നല്ലൊരു എന്താ പറയുക, എടുത്തു പറയാവുന്ന ഒരു സവിശേഷത ഇതാണ് ഇതിൻ്റെ. മെയിൻ സ്പെസിഫിക്കേഷൻസിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണത്. അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേയിൽ മീറ്റർ ഡിസ്പ്ലേയിൽ വരുന്ന കാര്യങ്ങൾ ഇതിപ്പോൾ കണ്ടാൽ തന്നെ അറിയാം. ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഗിയർ അപ്പ് എന്ന് കാണിക്കും. പിന്നെ നമ്മുടെ ഓണറിൻ്റെ പേര് വരെ അതിൽ എഴുതി കാണിക്കും, ഹായ് മുഹമ്മദ് റാസി. ഉണ്ടോ, ഇപ്പോൾ സർവീസ് ഡ്യൂ ആണ്, സർവീസ് വരെ നമുക്കതിൽ റിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഇതിൻ്റെ കിലോമീറ്റർ, നമ്മുടെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണ കിലോമീറ്റർ പെർ അവർ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മൈൽസ് പെർ അവർ ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ ധാരാളം ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. കുറേ കാര്യങ്ങൾ മൈലേജ് അറിയാൻ പറ്റും. ഇപ്പോൾ സർവീസ് ഡ്യൂ കാണിക്കുന്നുണ്ടോ. പിന്നെ ലാപ്പ് ടൈമർ മോഡ്, അങ്ങനെ ധാരാളം ഹൈ സ്പീഡ് മോഡ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ തന്നെ. നമുക്കത് കുറേ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ കുറേ ഇത് വീഡിയോ തികയാണ്ട് വരും, അത്രയും വരുത്ത ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്കെന്നല്ല ഈ ബൈക്ക് ലവേഴ്സിന് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ഒരു രസകരമായ ഒരു സൗണ്ടാണ്. രസകരമെന്നല്ല, ഒരു കൈ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, അതിനോട് അങ്ങോട്ട് പ്രണയിച്ചു പോകും. അതേപോലത്തെ ഒരു സൗണ്ടാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടിന്.
അതായത് എനിക്ക് തോന്നുന്നു മോജോ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ RTR അപ്പാച്ചെ 200 RTRനും ഡോമിനോറിനാണ് ഇത്രയും ഒരു സൂപ്പർ സൗണ്ട് വരുന്നത്. അത് നമുക്ക് കേൾക്കാം, കാണിച്ചു തരാം. പിന്നെ മറ്റൊരു പ്രത്യേകതയല്ല, മെയിനായിട്ട് എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ബാഗാണ്. ഇതില്ലേ, ഇതിൻ്റെ മുൻപത്തെ ആ ഒരു വേർഷനെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ TVS വരുത്തിയിട്ടുണ്ട്. മെയിനായിട്ട് ആ ഹെഡ് ലാമ്പ് എന്ന് പറയുന്നതാണ്. അതിൻ്റെ ആ ഒരു ഷേപ്പും ആ ഒരു ഡിസൈനും കാര്യങ്ങളും ഇപ്പോൾ ഞാൻ കണ്ടില്ലേ. ഇതിൽ നമുക്ക് 2 DR വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 ഡിമ്മും ബ്രൈറ്റും ലൈറ്റുകളൊക്കെ 2 ഡുവൽ ചാനലായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഡിമ്മ് ബ്രൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഡിം ഭാഗവും പിന്നെ ബ്രൈറ്റ് കണ്ടില്ലേ, ഫുള്ളി LED ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സീറ്റിംഗ് രീതി എന്ന് പറയുന്നത് നമുക്ക് പൊക്കം കുറഞ്ഞവർക്കും പൊക്കം കൂടിയവർക്കും അനായാസമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല പൊക്കമുണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിലും കാല് വയ്ക്കുമ്പോഴും ഇവിടെ ടാങ്കിൻ്റെ ഇവിടെ തട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് തന്നെ കാല് വയ്ക്കാനും അത് റൈഡ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ തന്നെ പൊക്കം കുറഞ്ഞവർക്കാണെങ്കിലും അധികം ഒരു ഹൈറ്റിൻ്റെ വലിയ പ്രോബ്ലംസ് വരുന്നില്ല. നല്ല രീതിയിൽ തന്നെ അത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ബുള്ളറ്റിലിരിക്കുന്ന പോലെ ഈ ഫുഡ് റെസ്റ്റ് നേരെ താഴേക്കല്ല, അതായത് കാല് ഇങ്ങനെ വെച്ചിട്ടുള്ള ടൈപ്പും അല്ല. ബട്ട് സെയിം ടൈം നമ്മൾ ഇപ്പോൾ ഒരു സൂപ്പർ ബൈക്ക് അല്ല, ഇപ്പോൾ ഡ്യൂക്കിനൊക്കെ വെച്ച് കമ്പയർ ആണെങ്കിൽ ഡ്യൂക്കിൻ്റെ ഒക്കെ ഫുഡ് റെസ്റ്റ് വരുന്നത് കുറച്ചും കൂടെ ബാക്കിലേക്കാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കാലിങ്ങനെ ബെൻഡ് ചെയ്തിട്ടിരിക്കേണ്ട അവസ്ഥയാണ്. ഇതിപ്പോൾ ഏകദേശം നല്ലൊരു കറക്റ്റായിട്ട് തന്നെ ഒരു സ്പോർട്സ് മോഡലിൽ നമുക്ക് ഓടിക്കാനും പ്രശ്നമില്ല, അല്ലെങ്കിൽ നോർമൽ രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് നോർമൽ സ്പീഡിൽ നമുക്ക് പോകാനും പറ്റും. അപ്പോൾ റൈഡിങ് പൊസിഷൻ, ആ ഒരു സീറ്റിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല മികച്ച രീതിയിൽ തന്നെ TVS ചെയ്തിട്ടുണ്ടാവും പറയാം. പിന്നെ ടയർ ഭാഗത്തേക്ക് വരാണെങ്കിൽ 17 ഇഞ്ചാണ് ടയർ വരുന്നത് ഫ്രണ്ടും ബാക്കും. അതിൽ 90 ആണ് ഫ്രണ്ടിൽ കിടക്കുന്ന ടയർ. ബാക്കിൽ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് 130/90 ആണ് ബാക്കിൽ, അല്ല 130/70 ആണ് ബാക്കിൽ കിടക്കുന്ന ടയർ. കുറച്ചുകൂടെ നല്ല വിത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല റോഡ് കംഫർട്ടും ഒരു പിടുത്തമൊക്കെ കിട്ടുന്ന നല്ല ഒരു ടയറാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്സ് ആണ് ഇതിൽ വരുന്നത്. ഇതിൽ ബാക്കിൽ നമ്മൾ സ്റ്റീൽ ബ്രേഡഡ് ഡിസ്ക് ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത് TVS. അതിപ്പോൾ ഫ്രണ്ടിൽ സ്റ്റീൽ ബ്രേഡഡ് അല്ല, അതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബാക്കിൽ സ്റ്റീൽ ബ്രേഡഡ് ആണ്. ഫ്രണ്ട് നമുക്ക് പെറ്റൽ ഡിസ്ക് ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ഹീറ്റ് ഡിസിപ്പേഷനും ബെറ്റർ ബ്രേക്കിങ്ങിനും ഇത് വളരെയധികം സഹായിക്കും. അതുകൊണ്ടാണ് TVS അങ്ങനെ ചെയ്തിരിക്കുന്നത്. ചെയിൻ ഭാഗത്തേക്ക് വരാണെങ്കിൽ ബ്രാസ് കോട്ടഡ് ചെയിനാണ് ഇതിൽ TVS കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത് നിങ്ങൾക്ക് വ്യത്യാസം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ആ ഒരു കളർ ചേഞ്ചിൽ തന്നെ ബ്രാസ് കോട്ടഡ് ആണ് ഇവിടെയൊക്കെ. പെട്ടെന്ന് തുരുമ്പിടിക്കാത്തൊരു ടൈപ്പാണ്. നമ്മളിപ്പോൾ ഒരു ലൂബിങ് അറിയാലോ, ഒരു 500 കിലോമീറ്റേഴ്സിൽ നോർമലി നമുക്ക് ലൂബ് ചെയ്യണം. ഇതിൻ്റെ സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് BS4 അപേക്ഷിച്ച് ഇതിൻ്റെ സീറ്റ് കുഷ്യൻസ് TVS മാറ്റിയിട്ടുണ്ട്. ഇതിൽ എയർ ട്രാപ്പ് ആവാത്ത രീതിയിൽ ഇത് കണ്ടില്ലേ. നമുക്കിപ്പോൾ ലോങ് റൈഡ്സ് ഒക്കെ പോവുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം വെച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ലോങ് റൈഡ്സിലൊന്നും പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷേ ബാക്കിലേക്ക് വരുമ്പോൾ അത് ഫുള്ളി ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടിയില്ല എന്ന് തന്നെ പറയാം. എന്നാലും കുഴപ്പമില്ല. പിന്നെ വണ്ടിയുടെ മൊത്തത്തിലുള്ള ബോഡി പാർട്സിൽ പറയുകയാണെങ്കിൽ TVS ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു രണ്ടൊരു ഷീൽഡ് പോലെ കൊടുത്തിരിക്കുന്നതുകൊണ്ടാ ഇത്. അതേപോലെ തന്നെ ബാക്ക് സൈഡിൽ ഇവിടെ ഡിസ്ക് ബ്രേക്സിൻ്റെ മുകളിൽ ഇവിടെ ഒരു പാഡ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എക്സ്ട്രാ വന്നിരിക്കുന്നതാണ് BS6 വന്നപ്പോൾ. പിന്നെ ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക് വരുന്നത് 12 ലിറ്റർ കപ്പാസിറ്റിയാണ് ഇത് വരുന്നത്. അത്യാവശ്യം നല്ല വലിയ ഫ്യൂവൽ ടാങ്ക് തന്നെയാണ്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് TVS.
സാധാരണ അപ്പാച്ചിയിൽ വരുന്ന പോലെ തന്നെ ആ ഒരു ഹോഴ്സിൻ്റെ ഒരു എംബ്ലം അത് വളരെ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് TVS. പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് വേറൊരു സവിശേഷത എന്ന് പറയുന്നത് കാറ്റലിക് കൺവേർട്ടർ കണ്ടോ. ഇതാണ് എക്സ്ട്രാ ആയിട്ട് വേറെ കൊടുത്തിരിക്കുന്നത്. ഇത് BS6 ആക്കിയപ്പോൾ കൊടുത്തിരിക്കുന്നതാണ് കാറ്റലിക് കൺവേർട്ടർ. അതിൻ്റെ മെയിൻ സവിശേഷത എന്ന് പറയുന്നത് അത് പൊല്യൂഷൻ കുറയ്ക്കും. പൊല്യൂഷൻ കുറച്ച് വണ്ടിക്ക് കൂടുതൽ എഞ്ചിന് കൂടുതൽ എന്താ പറയുക ബെറ്റർ പെർഫോമൻസ് നൽകും. പിന്നെ നമുക്ക് ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഒരു 35-40 ആ റേഞ്ചിലാണ്. സിറ്റി യൂസിൽ അങ്ങനെ പോലെ ഒരു 35 കിട്ടുന്നുണ്ട്. ലോങ് റൈഡൊക്കെ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹൈവേയിലൊക്കെ ഒരു 40 km/ലിറ്റർ എന്തായാലും കിട്ടും. അപ്പോൾ അത്രയാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെ ഈ വണ്ടി എടുത്തപ്പോൾ ഉള്ളത് ഓൺ റോഡ് ടാക്സ് എല്ലായിടൊക്കെ ഇൻഷുറൻസ് ഒക്കെ ഒരു 1.55 വന്നിരുന്നു ഓൺ റോഡ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 1.6 സംതിങ് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതിൻ്റെ ഒരു സെക്കൻഡ് ജെൻ ഇറങ്ങിയിട്ടുണ്ട്. BS6-ൻ്റെ RTR 200 സെക്കൻഡ് ജെൻ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ആ വണ്ടി അവൈലബിൾ ആകുമ്പോൾ നമ്മൾ ഇതേപോലെ അതിൻ്റെ യൂസർ റിവ്യൂ നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. ബൈക്ക് എടുത്തിട്ട് ഏകദേശം ഒരു 10 മാസമായി. 10 മാസത്തിൽ ഞാനൊരു 3200 കിലോമീറ്ററാണ് ഓടിച്ചിട്ടുള്ളൂ. കൊറോണ കാലത്ത് ചെയ്തുകൊണ്ട് നമുക്കധികം ഓട്ടം വന്നിട്ടില്ല. പിന്നെ എന്നാലും അതിലൊരു എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ 200 കിലോമീറ്റർ വരെ ഒരു സ്ട്രെച്ചിൽ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ 200 കിലോമീറ്റർ ഓടിച്ച് പില്യനായിട്ടാണ് ഞാൻ ഓടിച്ചിരുന്നത് ആ ലോങ് വഴി. അപ്പോൾ ഇരുന്ന് ഓടിക്കാൻ ആൾക്ക് അത്യാവശ്യം നല്ല കംഫർട്ട് ഉണ്ട്, ഒരു പ്രോബ്ലം ഒന്നുമില്ല. എന്നാലും പില്യൻ്റെ സീറ്റ് അത്ര പോരാ, എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 35 to 40 കിലോമീറ്ററിൻ്റെ ഇടയിൽ വരെ എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്കിതിലെടുത്ത് പറയാൻ വേറൊരു പോരായ്മ എന്ന് പറയാനായിട്ട് ബൈക്കിൽ വരാനുള്ളതൊന്ന് ഈ ലൈറ്റാണ്. സംഭവം അപ്പാച്ചി BS6 വന്നപ്പോൾ നമുക്ക് all LED ലൈറ്റ്സ് കൊണ്ടുവന്നു. എന്നാലും രാത്രിയിലത്തെ വിസിബിലിറ്റിയിൽ ഡിമ്മ് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബ്രൈറ്റ് കുഴപ്പമില്ല, പക്ഷെ ഡിമ്മ് ഒട്ടും പോരാ വണ്ടിയുടെ. സംഭവം LED കണ്ട് കാണാനും കാര്യത്തിനൊക്കെ ഭംഗിയുണ്ടാവും, പക്ഷെ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയിലേക്ക് വരുമ്പോൾ എനിക്കത്ര ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. പിന്നെ സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പോൾ TVSന് നമുക്കറിയാം ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ അത്യാവശ്യം വളരെ ചെറിയ സർവീസ് കോസ്റ്റാണ്. പാർട്സിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാലും അത്യാവശ്യം അഫോർഡബിളാണ്. അപ്പോൾ ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ എനിക്ക് ഏകദേശം 1.55 1,55,000 രൂപയാണ് വന്നത്. അപ്പോൾ ഈ വണ്ടി എന്തുകൊണ്ട് എടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ശരിക്കും മോജോ ബുക്ക് ചെയ്തൊരാളാണ്, ഒരു വ്യക്തിയാണ്. മോജോ ബുക്ക് ചെയ്ത് വന്നിട്ടാണ് ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണത്. അപ്പോൾ മോജോ എനിക്ക് ശരിക്കും ഭയങ്കര പ്രിയപ്പെട്ട വണ്ടിയായിരുന്നു, പക്ഷേ സർവീസ് ആകെ ആലുവ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വന്ന് ഓടിച്ച് നോക്കിയപ്പോൾ അപ്പാച്ചി ഞാൻ BS6 വണ്ടി ഓടിച്ചിട്ടുണ്ടായില്ല. ഓടിച്ച് നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ എക്സോ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം നല്ല മൈലേജും തരുന്നുണ്ട്. പിന്നെ സർവീസ് സെൻറ്റേഴ്സ് ആണെങ്കിൽ തൊട്ടടുത്തുണ്ട്, പാർട്സിനും വില കുറവാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലോങ് റണ്ണിൽ എനിക്ക് മോജോ നല്ലൊരു കിടിലും ബൈക്കാണ്, ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു രീതിയിലും കമ്പാരിസൺ അല്ല. പക്ഷേ എനിക്ക് നോക്കിയപ്പോൾ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള വണ്ടി ഇതാണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് എടുത്തു. പിന്നെ ഇതിന് ഡയറക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയാനുള്ള ഈ ബ്രാക്കറ്റിൽ വരുന്നത് ശരിക്കും എക്സ്പൾസ് ഒക്കെയാണ്. എക്സ്പൾസ് NS-ഉം എക്സ്പൾസ് ശരിക്കും വേറൊരു രീതിയിലുള്ള വണ്ടിയാണ്. അപ്പോൾ അത് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ NS ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പുതിയ NS-ൻ്റെ സൗണ്ട് അടിപൊളിയാണ്, പക്ഷെ ഞാൻ എടുക്കുന്ന സമയത്ത് ആ NS-ൻ്റെ BS6 വേർഷൻ ഇറങ്ങിയിട്ടുണ്ടായില്ല. അപ്പം ആ സമയത്ത് വെച്ച് നോക്കുമ്പോൾ ഫീച്ചേഴ്സിലാണെങ്കിലും ഇപ്പോഴത്തെ NS-നെ വെച്ച് അപേക്ഷിച്ചിട്ടാണെങ്കിലും ഡുവൽ ചാനൽ ABS ഒന്നും അവർ കൊടുക്കണില്ല. TVS-കാർ ആ സമയം തൊട്ട് ഡുവൽ ചാനൽ ABS, ഈ പിന്നെ മറ്റേ ഇൻഫർമേഷൻ സിസ്റ്റം, ബ്ലൂടൂത്തിന് ഇൻഫർമേഷൻ സിസ്റ്റം, അതിൽ തന്നെ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ്, സ്ലിപ്പർ ക്ലച്ച് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്.
അതും ഈ പ്രൈസ് പോയിന്റിലാകുമ്പോൾ അതെനിക്ക് തോന്നുന്നു ഇതൊരു തികച്ചും ഒരു വാല്യൂ ഫോർ മണി ബൈക്കാണ്. നമുക്ക് അത്യാവശ്യം പോക്കറ്റ് ഫ്രണ്ട്ലിയാണ്, അത്യാവശ്യം നല്ലൊരു ടൂററാണ്. അപ്പോൾ എന്തുകൊണ്ടും ഞാൻ ഈ ബൈക്ക് വാങ്ങിയതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയൊരു റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റത്തെ ബൈക്ക് റിവ്യൂ ആണ്, ഒരു യൂസ്ഡ് ബൈക്ക് റിവ്യൂ ആണ്, ഫ്രഷ് അല്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കമൻറ്റിലൂടെ അത് അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിച്ച് പൊളിക്കുക. ഓക്കെ, അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഷിഫ്റ്റ് വ്ലോഗ്സ്.